ഈ സമയം സങ്കീർത്തനങ്ങൾ പ്രതിവാക്യമായി വായിക്കും. അതിനെ തുടർന്ന് ലേഖനം, സുവിശേഷം, മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിക്കുന്നതാണ്. സങ്കീർത്തനം 22, 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 22, 14 മുതൽ 19 വരെ. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയി എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണാം, അവ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ഇറച്ചിയിട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുത്, എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, അതിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രാർത്ഥന. ആമേൻ. ഇരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വായിക്കാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6 മുതൽ 11 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന ശ്രദ്ധിപ്പിൻ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. വായിക്കാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിപ്പിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്നുത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുത്തരം അരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകണെ വളക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കായം ബലം സുഖവും കരുത്തിൽ വെച്ച്, കായം ബലം സുഖവും കരുത്തിൽ വെച്ച്, ഏതിൻ കാഴ്ചയാ നിത്യമെന്നിതാ വരുന്നേ. ഏതിൻ കാഴ്ചയാ നിത്യമെന്നിതാ വരുന്നേ. സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവാ, സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവാ. പാപബന്ധം നീക്കെന്നിൽ നിന്ന്
പ്രിയനാഥ പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. പ്രാർത്ഥിക്കാം. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമായി ആർക്കും അടുക്കൂടാ നിത്യയിൽ ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ ഈ ആരാധനയിൽ കടന്നു വന്ന അങ്ങേ സ്തുതിപ്പുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വൈകിയ ദിവസത്തിൽ, ഈ വൈകിയ വേളയിൽ അവിടെ നമുക്ക് ലഭിച്ചതേക്കായി സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ പലവിധ മേഖലകളിലും പല പ്രവർത്തനങ്ങളിലുമായിരുന്ന ഞങ്ങൾക്ക് ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടങ്ങി അങ്ങേ ആരാധിപ്പാൻ അങ്ങേ സ്തുതിപ്പുള്ള ഒരു ഭാഗ്യം ഈ നോമ്പിൻ്റെ ആരാധനയുടെ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയതേക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങളുടെ നോമ്പിൻ്റെ കാലങ്ങൾ ആരംഭിച്ച ദിവസം മുതൽ ഇന്ന് വരെയും അങ്ങയുടെ തിരുസാന്നിധ്യവും കൃപയും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അവിടെ നിന്ന് സഹായിച്ചതേക്കായി സ്തോത്രം. ദേവാലയത്തിൽ കടന്നു വന്ന ഓരോ വ്യക്തികളെയും അവിടെ നിന്ന് അറിയുകയും കാണുകയും അവരുടെ ആവശ്യങ്ങളെ അവർക്ക് നൽവങ്ങളെ നൽകി അവിടെ നിന്ന് കാത്തു പരിപാലിച്ച് അവരുടെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് ഇടപെടുന്ന ദൈവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമായിരിക്കുക സ്തോത്രം ചെയ്യുന്ന കർത്താവ്. നല്ലൊരു ആരാധനയും കൂട്ടായ്മയും നോമ്പിലൂടെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിപ്പാൻ അവിടെ നിന്ന് ഇടയാക്കിയതേക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ സഭയെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ച തരുന്ന കർത്താവെ, സഭയെ ശുശ്രൂഷിക്കുന്ന അതിൻ്റെ ദൈവദാസന്മാർ അവിടെ ശക്തിയിരിക്കണം, അവരുടെ കുടുംബങ്ങളെ അവിടെ ശക്തിയിരിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പഠിക്കുന്ന മക്കളെ, അവിടെ പഠനങ്ങളിലായിരിക്കുന്ന മക്കളെ, അവിടെ എല്ലാ കുഞ്ഞുവൈദ്യങ്ങളെ എല്ലാവരെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ദൈവദാസന്മാരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ട മധ്യത ചോദിച്ച് പ്രാർത്ഥിപ്പാനുള്ള കൃപയും ശക്തി നിന്റെ മക്കൾ അവിടെ നിന്ന് അനുഗ്രഹം നൽകി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ദൈവ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിലെ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. അവിടെ പഠന പരീക്ഷകൾ കഴിഞ്ഞിരിക്കുന്നു കർത്താവെ. എല്ലാവരും നല്ല മാർക്കോടെ പാസ്സാകുവാനും തുടർന്ന് നല്ല നല്ല അഡ്മിഷൻ ലഭിച്ച പുതിയ മേഖലകളിൽ പ്രവേശിപ്പാനുള്ള പുതിയ ക്ലാസ്സുകളിൽ പ്രവേശിപ്പാനും അവിടെ നിന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അവരെയും എല്ലാവരെയും മക്കളെയും കുഞ്ഞുമക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. എല്ലാവരും കടന്നു വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ ഈ ദേവാലയം എൻ്റെ ദൈവ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയത്തിൽ വന്ന് ദൈവത്തെ അങ്ങ് ആരാധിപ്പാൻ സ്തുതിപ്പുള്ള മനസ്സ് എല്ലാവർക്കും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. പൈതങ്ങളെ അനുഗ്രഹിക്കണം. പൈതങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ള അല്ലോ എന്ന് പറഞ്ഞ അതേ വാഗ്ദത്തങ്ങളിൽ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവെ. പൈതങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ശുഭകാലം അവിടെ പഠനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഭയ്ക്കും ദേശത്തിനും കൊള്ളാവുന്ന കുടുംബങ്ങൾക്ക് കൊള്ളാവുന്ന നല്ല മക്കളായി വളർന്നു വരുവാൻ എൻ്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. യുവാക്കളെ യുവതികളോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ പഠന കാലഘട്ടങ്ങളിൽ അവിടെ സാന്നിധ്യം കൃപയും കൂടുതൽ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ എവിടെയായിരുന്നാലും അങ്ങയുടെ സാക്ഷ്യമുള്ള മക്കളായി വളർന്നു വരുവാൻ നിൻ്റെ മക്കളെ അവിടെ നിന്ന് ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അവരുടെ ജീവിതം ദേശത്തിനും സമൂഹത്തിനും കൊള്ളാവുന്ന നല്ല മക്കളായി വളർന്നു വരുവാൻ അവിടെ നിന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും കർത്താവെ. സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ. ആവശ്യഭാരത്തിലെ മക്കളോട് കരുണ ചെയ്യണമേ. അവരുടെ കുടുംബങ്ങളിലെ ആവശ്യങ്ങളെ എല്ലാവർക്കും നിറവേറ്റി നൽകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഭവനങ്ങൾ നിർമ്മിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവന പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. കുടുംബജീവിതനാണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണകൾ നൽകി അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവനാമം മഹത്വപ്പെടുവാൻ ദേശത്ത് അനുഗ്രഹമായി തീരുവാൻ അവിടെ നിന്ന് എല്ലാവരെയും ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഉപജീവന മാർഗ്ഗങ്ങൾക്ക് അവരുടെ പഠനത്തിന് ഏറ്റ തരത്തിലുള്ള നല്ല ഉപജീവന മാർഗ്ഗങ്ങൾ ലഭിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ള പറഞ്ഞ വാഗ്ദത്തങ്ങൾ പ്രകാരം അടികൾ വിശ്വസിച്ചുകൊണ്ട് യാചിക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോയിട്ടില്ലല്ലോ കർത്താവെ. അവരുടെ ആവശ്യങ്ങളെ അവിടെ നിന്ന് ഏറ്റവും അനുഗ്രഹിച്ച് അവർക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും എല്ലാം ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ സഭ ഈ ദേശത്തിന് അനുഗ്രഹവും തണ്ടിൽ കത്തിച്ച് വിളക്കായി ശോഭിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അനേകർക്ക് ദൈവമായി ശോഭിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങേ സഭയിൽ കടന്നു വരുന്നവർ അങ്ങേ കണ്ടെത്തുവാൻ, അങ്ങയിലൂടെ ദർശനം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ, അത്ഭുതം നടന്നു എന്ന ജീവിതത്തിൽ സാക്ഷിപ്പാൻ നിന്റെ മക്കളെ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. വരുന്ന ആക്രോശീകരണ ദിനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ. എല്ലാ ആരാധനകളിലും അങ്ങയുടെ തിരുസാന്നിധ്യം കൃപയും അനുഭവിപ്പാൻ സഹായിക്കും. ദൈവത്തിൻ്റെ യഥാർത്ഥമായ കുരിശീകരണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അനുഭവിച്ച വേദനകളെ ഓർത്ത് ധ്യാനിക്കുമ്പോൾ അതിലൂടെ ദൈവിക സമാധാനവും പുതിയ രക്ഷയും പ്രാപിച്ചുകൊണ്ട് ജീവിതം നയിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഉയർപ്പിൻ്റെ സന്തോഷവും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അതിലുള്ള എല്ലാ ആരാധനകളിലും അവരുടെ സാന്നിധ്യം അനുഗ്രഹിച്ച് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കും. കടന്നു വന്ന നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, ദൈവിക കൃപകളാലും കണ്ണുകളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദേശത്ത് സാക്ഷിയുള്ള ജീവിതം നയിപ്പാൻ എല്ലാവരെയും ഒരുക്കുമാണെന്ന് പ്രാർത്ഥിക്കും. കൃപയിൽ സൂക്ഷിക്കും, മഹത്വം എടുക്കും. ആരാധനയുടെ സാക്ഷ്യ ഭാഗത്ത് അവിടെ കൃപയോടെ ഇരിക്കും.
സംസാരിക്കുന്ന നമ്മളെ ശക്തിയിരിക്കും, കൃപയും മഹത്വവും എടുക്കും. യേശു മൂലം പ്രാർത്ഥിക്കാൻ സ്വർഗ്ഗീയ ദൈവമേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടങ്ങളിൽ ഉപയോഗിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. സന്തോഷമുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സമയത്ത് നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ 360 ഗീതം, പാപി നോക്കുക യേശുവിനെ, ഈ ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. 360 ഗീതം. പാപി നോക്കുക യേശുവിനെ, പാപി നോക്കുക യേശുവിനെ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നോമ്പ് ആരാധനയുടെ 37ാമത്തെ ദിവസവും വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് കാഴ്ച അർപ്പിക്കുവാൻ ദൈവമേ കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അർപ്പിച്ച കാഴ്ചയെ ദൈവം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. ഇത് കൊണ്ടുവന്നവരെയും കൊടുക്കേണ്ടവരെയും ഒരുപോലെ ദൈവം ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. കർത്താവെ, ഈ അർപ്പിച്ചതിലൂടെ ഞങ്ങളെ മുഴുവനായി കർത്താവിനായി സമർപ്പിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുക്കുവാനായി ഞങ്ങളെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് വന്ന ആ കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിനോട് അടുത്തിരിക്കുവാൻ, വചനം കേൾക്കുവാൻ അല്പസമയം ഞങ്ങൾ ഒന്നുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. ദൈവകൃപയെ ഞങ്ങളെ സൂക്ഷിക്കണമേ.
കർത്താവായ ദൈവമേ, വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസിയെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ സൂക്ഷിക്കണം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പ് ആരാധനയുടെ 37-ാമത്തെ ദിവസം. നമുക്ക് ഒരുമിച്ച് ആലയത്തിലായിരിക്കുവാൻ ദൈവം കൃപ നൽകിയത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് ഈ ആരാധനകളിൽ എല്ലാ ദിവസവും കടന്നു വന്നവരുണ്ട്. ചില അത്യാവശ്യങ്ങൾ മുഖാന്തരം ചില ദിവസങ്ങളൊഴിച്ച് മറ്റു ദിവസങ്ങളൊക്കെ കടന്നു വന്നവരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കും. എല്ലാവരും വളരെ സന്തോഷത്തോടും സമർപ്പണത്തോടും ആലയത്തിൽ വരുവാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റന്നാൾ ദുഃഖവെള്ളിയാഴ്ചയുള്ള ആരാധന രാവിലെ 8 മണിക്ക് ആരംഭിക്കും. അത് കഴിഞ്ഞ് 10 മണിക്ക് ഉപവാസ പ്രാർത്ഥന ആണ്. അതിനെ തുടർന്ന് 1 മണി മുതൽ 3 മണി വരെ മൊഴിയുടെ ധ്യാനമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമർപ്പണത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയും സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് വചനം ഘോഷിക്കുന്നത് കർത്താവിൻ്റെ ദാസി ശ്രീമതി സിസില ചാൻസലമാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് വളരെ സംസാരിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയെ വചന സന്ദേശത്തിനായിട്ട് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവും ബഹുമാനമുള്ള സഭാ ശുശ്രൂഷകർ, അഭിവന്യ മാതാപിതാക്കൾ, സഭാ വിശ്വാസികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു നിമിഷം തലകളെ വണക്കം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളോടുകൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, ഇന്നേ ദിവസവും നോമ്പ് ആരാധനാ ദിവസമായി ഞങ്ങൾക്കിവിടെ കടന്നു വരുവാനുള്ള ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ. പല ഭവനങ്ങളായിരുന്ന എല്ലാ അടിയങ്ങളെ അവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടി നിർത്തിയതിനായി നന്ദി കർത്താവേ, നന്ദി പറയുന്നപ്പാ. കഴിഞ്ഞ 36 ദിവസം കർത്താവേ, അങ്ങയുടെ കഷ്ടപ്പാടുകളെയും ക്രൂശ് മരണത്തെയും പല രീതിയിൽ ചിന്തിക്കുവാനും അതിൻ്റെ വചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്കോണം ഞങ്ങളെ അവരെ ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്നു. ഇന്നേ ദിവസം വചനം പ്രസ്താവിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. വചനം പറയുന്ന അടിയനെയും കേൾവിക്കാരെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണം കർത്താവേ. അങ്ങ് തന്നെ ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. ഈ നാളുകളിൽ നാം നോമ്പ് ആരാധനയായി കടന്നു വരികയാണല്ലോ. ഇന്ന് 37-ാമത്തെ ദിവസമാണ്. കർത്താവിൻ്റെ കഷ്ടപ്പാടുകളെയും ക്രൂശ് മരണത്തെയും കുറിച്ച് നമുക്ക് വളരെയധികം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും അതിലൂടെ ദൈവത്തിൻ്റെതായ നമ്മുടെ ജീവിതത്തിന് ഒരു പുതുക്കവും ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം ഉണ്ടാകുവാനും ദൈവം സഹായിച്ചു. ഇന്നേ ദിവസത്തിലും ആ ആരാധനകളിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്കൊന്നുകൂടെ ദൈവത്തോട് അടുത്ത് വരുവാനും കർത്താവിനോട് നമ്മുടെ പാപങ്ങളും കുറവുകളെയും ഏറ്റുപറഞ്ഞ് ക്ഷമാപണം ചോദിക്കുവാനും അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം നീതിമാനും വിശ്വസ്തനുമാകുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി നമ്മെ ഏറ്റവും വെണ്മയുള്ളവരാക്കി തീർക്കാൻ സഹായിച്ചു. ആ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നോമ്പ് കാലത്തിലെ അവസാന ആഴ്ചവട്ടമാണല്ലോ ഇത്. അതോടൊപ്പം തന്നെ കഷ്ടാനുഭവവാരവുമാണ്. അതുകൊണ്ട് തന്നെയല്ല, നാളെ പെസഹ വ്യാഴം അല്ലെങ്കിൽ നല്ല വ്യാഴമായിട്ടും അടുത്ത ദിവസം ദുഃഖവെള്ളി അല്ലെങ്കിൽ നല്ല വെള്ളിയായിട്ടും അടുത്ത ദിവസം ഉയർപ്പിൻ ദിവസമായിട്ടും നാം ആചരിക്കുന്നു. ഇന്ന് ബുധൻ, ഇന്ന് നല്ല ബുധൻ എന്ന് നമുക്ക് പറയാം. ഈ ബുധൻ ദിവസത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചയോടുകൂടെ
മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കർത്താവിനെ കൊന്നു മുടിക്കുന്നതിന് തീരുമാനിച്ചു. പക്ഷേ അവർക്ക് അതിന് രണ്ട് കാര്യം തടസ്സമായിരുന്നു. ഒന്ന്, പെരുന്നാൾ ഏറ്റവും അടുത്ത് പോയി. പെരുന്നാളിൽ അങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുക ശരിയല്ല. രണ്ടാമത്, പുരുഷാരത്തിലെ വലിയൊരു ശതമാനം യേശുവിൻ്റെ കൂടെയാണ്. അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ യേശുവിൻ്റെ നേരെ കൈവയ്ക്കുവാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ ആയിരുന്നു. ഈ ദിവസത്തിൽ കർത്താവ് കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ അത്താഴത്തിന് ക്ഷണിച്ചു. വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 മുതലുള്ള ഭാഗങ്ങളിൽ കർത്താവിനെ കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു, അത്താഴത്തിന് ക്ഷണിച്ചു. യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസത്തൈലം ഒരു റാത്തിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലിൽ പൂശി, എന്നിട്ട് അവിടെ തലമുടി കൊണ്ട് ആ കാലിനെ തുടയ്ക്കുന്നു. ആ കാലങ്ങളിൽ രാജാക്കന്മാർ ഭവനങ്ങൾ വരുമ്പോൾ രാജാവിനെ കാലിൽ എണ്ണ പൂശിയാണ് സ്വീകരിക്കുന്നത്. അതനുസരിച്ചാണ് മറിയ അത് ചെയ്തത്. അതുകൊണ്ട് മറിയ യേശുവിനെ രാജാവായി കാണുന്നു. ഈ ഭാഗത്തിൽ നിന്ന് നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കണമെന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്തതായി, ഈ ദിവസത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് യൂദ തീരുമാനിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 14-10 മുതലുള്ള ഭാഗങ്ങളിൽ 12 ഒരുവനായ ഇസ്കാരിയോത്താവായ യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെ അടുക്കൽ ചെല്ലുന്നു. അവരുമായിട്ട് സംസാരിച്ചു. അവർക്ക് വളരെ സന്തോഷമുണ്ടായി. അവർ പണം കൊടുക്കാം എന്ന് പറഞ്ഞു. അന്ന് മുതൽ യേശുവിനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്ന് യൂദ ചിന്തിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അടുത്ത് 2 കാശിട്ട വിധവ. മർക്കോസ് 12:41 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവ് ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് കണ്ടു. ധനികരായ പലരും ധാരാളം പണം കൊണ്ടിട്ടു. എന്നാൽ ദരിദ്രയും വിധവയായ ഒരു സ്ത്രീ ഒരു പൈസയ്ക്ക് തുല്യമായ 2 കാശിട്ടു. കർത്താവ് അത് കണ്ടിട്ട് പറഞ്ഞു, ഇവൾ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ട് ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവൻ ഇട്ടു എന്ന് പറഞ്ഞ് കർത്താവ് അവളെ പുകഴ്ത്തിയാണ് ചെയ്യുന്നത്. അടുത്തതായി പറയുന്ന യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:41 യേശു നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 1:10 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവായ യേശു അവർ കാണുക ആരോഹണം ചെയ്തു. ഒരു മേഘം വന്ന് മൂടിയിട്ട് കർത്താവിനെ അവരുടെ കാഴ്ചയ്ക്ക് മറന്നു. വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നിട്ട്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അടുത്തതായി ബുധനാഴ്ച നടന്നത് ദൈവരാജ്യത്തിൻ്റെ മർമ്മം കർത്താവ് 5 ഉപമകളിലായി പ്രസ്താവിച്ചിരിക്കുന്നു. ഒന്നാമത് ഭവനത്തിലെ കാത്തിരിപ്പ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:35 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യജമാനൻ വന്ന് വാതിൽ മുട്ടുമ്പോൾ ഉടനെ പോയി കതവ് തുറന്നു കൊടുക്കേണ്ടതിന് ഒരുങ്ങിയിരിക്കുന്ന ആളുകളെ പോലെ കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ആകയാൽ നാളും നാഴിക അറിയായക കൊണ്ട് ഒരുങ്ങിയിരിപ്പിനെന്ന് ആ ഭാഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത വിശ്വസ്തനായ കാര്യവിചാരകൻ്റെ ഉപമ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകനുണ്ടായിരുന്നു. അയാൾ തൻ്റെ ധനം വസ്തുവക നാനാവിധമാക്കി കളയുന്നുവെന്ന് അയാളെക്കുറിച്ച് കുറ്റം യജമാൻ്റെ ചെവിയിലെത്തി. അതുകൊണ്ട് യജമാനൻ ആ കാര്യവിചാരകനെ തൻ്റെ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു.
കാര്യവിചാരനോട് തൻ്റെ കണക്ക് ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ചു. കാര്യവിചാരൻ ഇത് മനസ്സിലാക്കിയിട്ട് തോന്നി, എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുമായിരിക്കും. എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? കിളപ്പാൻ എനിക്ക് കഴിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. ആ ഭവനങ്ങളിൽ കടന്നു ചെല്ലേണ്ടതിന് ഒന്ന് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് യജമാൻ്റെ കടക്കാരെ ഓരോരുത്തരെയായി തൻ്റെ അടുക്കൽ വരുത്തി. ഒരുവനോട് നീ എന്ത് കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ 100 കുടം എണ്ണ എന്ന് പറഞ്ഞു. ആ കൈച്ചീട്ട് വാങ്ങിയിട്ട് അയാളോട് പറഞ്ഞു, ഇത് വെട്ടി 50 എന്ന് എഴുതുക. മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 പറ ഗോതമ്പെന്ന് പറഞ്ഞു. അവനോട് ഇതിനെ വെട്ടി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യജമാനൻ കാര്യവിചാരൻ്റെ ബുദ്ധിയിൽ അവനെ വളരെയധികം പുകഴ്ത്തി. ഈ ലോകത്തിൻ്റെ മക്കളേക്കാൾ, വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ എന്ന് പറഞ്ഞു. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ നേടിക്കൊള്ളുവാൻ അവിടെ അവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി കന്യകമാരുടെ ഉപമ. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന കന്യകമാരോട് തുല്യം എന്ന് പറയുന്നു, സദൃശം. അതിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ എണ്ണ എടുത്തു, ബുദ്ധിയില്ലാത്തവരോ വിളക്കോടുകൂടെ എണ്ണ എടുത്തില്ല. അർദ്ധരാത്രിക്ക് ആർപ്പുവിളി ഉണ്ടായി, മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവർ ഉണർന്ന് എല്ലാവരും അവരുടെ വിളക്ക് തെളിച്ചു. പക്ഷേ ബുദ്ധിയില്ലാത്തവരുടെ വിളക്ക് എണ്ണ ഇല്ലാത്തതിനാൽ കെട്ടുപോയി. അത് കാരണം അവർ നേരെ പുറത്തു പോയി എണ്ണ വാങ്ങുന്നതിന് വേണ്ടി പോയി. ഈ സമയത്ത് രാജാവ് മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവരെ തങ്ങളോടുകൂടെ കല്യാണ സദ്യയ്ക്ക് പ്രവേശിപ്പിച്ചു, വാതിലടക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് മറ്റേ കന്യകമാരും വന്ന്, കർത്താവേ കർത്താവേ ഞങ്ങൾക്കും തുറക്കണമേ എന്നവർ വിളിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴിയും അറിയായതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ എന്ന് ആ പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി താലന്തിൻ്റെ ഉപമ. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിക്കുന്നു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1. 5 താലന്ത് അങ്ങനെ ഓരോരുത്തർക്ക് അവരവരുടെ പ്രാപ്തി പോലെ കൊടുത്തു. 5 താലന്ത് ലഭിച്ചവൻ ഉടൻ തന്നെ പോയി വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് കൂടെ നേടി. 2 താലന്ത് ലഭിച്ചവനും അങ്ങനെ തന്നെ ഉടൻ തന്നെ പോയി വ്യാപാരം ചെയ്ത് 2 താലന്ത് കൂടെ നേടി. 1 താലന്ത് ലഭിച്ചവനോ മടിയനാകയാൽ അവനൊരു കുഴി കുഴിച്ച് അതിനകത്ത് വെച്ചു. കുറേ നാൾ കഴിഞ്ഞിട്ട് യജമാനൻ വന്നപ്പോൾ കണക്ക് ബോധിപ്പിക്കാൻ ദാസന്മാരെ വിളിച്ചു. 5 താലന്ത് ലഭിച്ചവൻ വന്ന് യജമാനോട് പറഞ്ഞു, യജമാനെ 5 താലന്തല്ലോ നീ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവ് വളരെയധികം സന്തോഷിച്ച് യജമാനൻ പറഞ്ഞു, നല്ലവന് വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികാരത്തിന് വിചാരനാക്കും എന്ന് പറഞ്ഞു. എൻ്റെ സന്തോഷത്തിൽ പ്രവേശിച്ചാക്ക എന്ന് പറഞ്ഞു. രണ്ടാമത് 2 താലന്ത് ലഭിച്ചവനും വന്ന്, യജമാനെ അങ്ങ് 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വന്ന്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവൻ വന്നിട്ട്, യജമാനെ അവിടെ നിന്ന് വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ നിൻ്റെ ഭയപ്പെട്ടു, ഞാൻ നിൻ്റെ താലന്ത് കുഴിച്ചു വച്ചു, നിൻ്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ തന്നെ യജമാനൻ കോപിച്ചു, ദുഷ്ടദാസനെ, നീ എന്തുകൊണ്ട് എൻ്റെ ആ നാണയം പൊൻവാണിഭക്കാരെ ഈ താലന്ത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് പലിശയോടുകൂടെ വാങ്ങുമായിരുന്നു. നീ അതും ചെയ്തില്ല. ഞാൻ ദുഷ്ടമനുഷ്യനെന്ന് നീ അറിഞ്ഞു, ഞാൻ വിതയ്ക്കാത്തടുത്ത് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടമനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ, നിൻ്റേത് ഇന്നെ എടുത്താകെന്ന് പറഞ്ഞിട്ട് ആ താലന്ത് വാങ്ങി അത് 5 താലന്തുള്ളവന് കൊടുത്തു. ഉള്ളവനേവനെ ലഭിക്കും,
ചെയ്യും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദുഷ്ടദാസനെ പിന്നെ ഏറ്റവും ഇരുട്ടുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്തത് അന്ത്യകാല ന്യായവിധിയാണ്. അത് മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാവ് തൻ്റെ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടുകൂടെ തൻ്റെ വിശുദ്ധന്മാരുമായി വരുമ്പോൾ തേജസ്സിൻ സിംഹാസനത്തിലിരിക്കും. അവിടെ ഇരുന്ന് ഇടയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ സകല ജാതികളെയും കൂട്ടി വരുത്തും. ആടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. പിന്നെ വലത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിൻ എന്ന് പറയും. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെൻ്റെ അടുക്കൽ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു. ഇത് കേട്ടിട്ട് ആ വലത്തുള്ള നീതിമാന്മാർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശപ്പെന്ന് കണ്ടിട്ടോ, ദാഹിച്ച് കണ്ടിട്ടോ, നിന്നെ അതിഥിയായി കണ്ടിട്ടോ, നഗ്നനായി കണ്ടിട്ടോ, രോഗിയായി കണ്ടിട്ടോ, നിന്നെ തടവിൽ കണ്ടിട്ടോ ഞങ്ങൾ നിനക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ യജമാനൻ പറയും, ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തതെന്ന് പറയും. പിന്നെ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടു പോകുവൻ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പ്രവേശിപ്പൻ. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെൻ്റെ അടുക്കൽ വന്നില്ല. ഇത് കേട്ടിട്ട് അവർ ചോദിക്കും, യജമാനെ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങേ വിശന്ന് കണ്ടിട്ടോ, ദാഹിച്ച് കണ്ടിട്ടോ, അതിഥിയായി കണ്ടിട്ടോ, നഗ്നനായി കണ്ടിട്ടോ, രോഗിയായി കണ്ടിട്ടോ, തടവിലായോ കണ്ടിട്ട് നിന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ചില്ല എന്ന് ചോദിക്കുക. അപ്പോൾ കർത്താവ് പറയും, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവന് ചെയ്യാഞ്ഞിടത്തോളം എല്ലാം നിങ്ങൾ എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് പറയും. അങ്ങനെ അവരെ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാരെ നിത്യ സന്തോഷത്തിലേക്കും പ്രവേശിപ്പിക്കും. ഇതായിരിക്കും നമുക്ക് എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന അന്ത്യകാല ന്യായവിധി. കർത്താവായ യേശുക്രിസ്തുവിന് സ്വയം രക്ഷപ്പെടാൻ സാധ്യമായിരുന്നിട്ട് പോലും തൻ്റെ ജീവനെ സ്വയം വെടിഞ്ഞ് മറ്റുള്ളവരെ രക്ഷിച്ച യേശു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നവരിലാണ് നമ്മുടെ യേശു പ്രവേശിക്കുന്നത്. അതായത് പോകേണ്ടടുത്ത് മാത്രം പോകുന്നവർ, ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നവർ, സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കുന്നവർ, അങ്ങനെ മുതലായവരിലെ കർത്താവ് പ്രവേശിക്കുന്നു. നമ്മുടെ ഈ നാളുകളിൽ നാം കർത്താവിൻ്റെ കഷ്ടാനുഭവവും കർത്താവിൻ്റെ ക്രൂശ് മരണവും കർത്താവിൻ്റെ ഉയർപ്പിനെയും കുറിച്ചെല്ലാം നാം ചിന്തിക്കായിരുന്നല്ലോ. 4 സുവിശേഷങ്ങളിൽ നിന്നും ഈ ഭാഗങ്ങളെല്ലാം നാം ഭയഭക്തിയോടെ വായിച്ച് അനുതാപത്തോടുകൂടെ നാം ദൈവസന്നിധിയിലെ ആരാധനകൾ പങ്കുകൊള്ളുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നു. അതോടെ നാം നിത്യവും എപ്പോഴും ദൈവമുള്ള സംസർഗത്തിലായിരുന്നാൽ നമ്മെ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. അതിന് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമുക്ക് സമാപന സമർപ്പണ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിനെ പ്രതി എന്തും സഹിക്കുവാൻ ശക്തി തരുന്നു ആശ്വാസമേ. കർത്താവിനെ പ്രതി എന്തും സഹിക്കുവാൻ ശക്തി തരുന്നു ആശ്വാസമേ. രക്തം നിറഞ്ഞുള്ള കൈകൊണ്ടു താങ്ങുന്നു അപ്പവും വെള്ളവും തന്നിടുന്നു. രക്തം നിറഞ്ഞുള്ള
നിറഞ്ഞുള്ള കൈകൊണ്ട് താങ്ങുന്നു, അപ്പവും വെള്ളവും തന്നിടുന്നു. യേശു മഹേശനൻ പ്രാണനാഥൻ ക്രൂശിൽ തൂങ്ങി മരിച്ചോനൻ സങ്കേതമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം, ഈ സന്ധ്യയിൽ കർത്താവിനോട് അടുത്തു വരുവാൻ, ഞങ്ങളുടെ പ്രാണനാഥൻ ക്രൂശിൽ മരിച്ചതിന് അതിൻ്റെ പങ്കപ്പാടുകളെ ഓർക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. രക്തം നിറഞ്ഞുള്ള കൈകൊണ്ട് താങ്ങുന്ന അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനയാന്വിതരായിരിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയർപ്പ് നാളിലെ എല്ലാ ആരാധനകളിലും കർത്താവെ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനും ദൈവാനുഗ്രഹം പ്രാപിപ്പാനും ദൈവം സഹായിക്കണമേ. ഇന്ന് വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസിയെ കർത്തൃകരങ്ങളിലേക്ക് തരുന്നു. കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. ഈ നാളുകൾക്ക് യേശു ക്രിസ്തു അനുഭവിച്ച യേശുവിൻ്റെ പരിശുശ്രൂഷാവേളയിലെ അനുഭവങ്ങളെ പങ്കിടുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ പെരുകുവാൻ സഹായിക്കണമേ. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ കൂടെ ഇരിക്കണമേ. സുഖമായ നിദ്ര നൽകണമേ കർത്താവേ. രാവിലെ അങ്ങയുടെ മുഖം കണ്ടുണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കും. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ നിത്യമായ ജീവിതത്തോടും ഇന്നു മുന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ